നികൃഷ്ടജീവി പരനാറി കുലംകുത്തി. ഇപ്പോഴത്തെ 8 അട്ടി വെച്ചതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്ഥിരം രീതിയാണ് ഓരോ പ്രസംഗത്തിനിടയിലും ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു വിവാദപരമായ വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളത്. ഇപ്പോൾ അദ്ദേഹം പ്രതിപക്ഷത്തിലെ ഒരു MLA-ക്കെതിരെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിലെ ഒരു MLA-ക്ക് ഉയരം കുറവാണ് എന്നുള്ള രീതിയിൽ ഇത്തരത്തിൽ വിവാദപരമായ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഇദ്ദേഹം ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പുരോഗമനം എന്ന നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഒരു മുഖ്യമന്ത്രി ഒരു വ്യക്തിയെ കുറിച്ച് ആക്ഷേപത്തോടുകൂടി സംസാരിക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, പുള്ളിക്കാരന് ശരിക്കും പുരോഗമനം എന്താണെന്ന് അറിയത്തില്ല, ബോഡി ഷേമിങ് എന്താണെന്ന് അറിയത്തില്ല, എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നതെന്ന് അറിയത്തില്ല. പണ്ട് ഒരു പ്രസ് മീറ്റിനകത്തിലെ പോലെ PR കൊടുത്തിരിക്കുന്ന കത്തുകൾ വായിക്കുന്നതിന് പകരമായിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അബദ്ധമായി പോകുന്ന ഒരു സാഹചര്യങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു മുഖ്യമന്ത്രി എന്ന സ്ഥാനത്തേക്ക് ഇരിക്കുന്ന ഒരാള് ഒരു സംസ്ഥാനത്തിനെ നയിക്കുന്ന ഒരാളാണ്. അപ്പോ അയാൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ വേണം തന്റെ വായിൽ നിന്ന് എന്തൊക്കെയാണ് പോകുന്നത് എന്നുള്ളതും. അതേപോലെ ഇതൊരു സോഷ്യൽ മീഡിയ യുഗം കൂടെയാണ്. ഈ പോകുന്ന സാധനങ്ങൾ പണ്ട് ഈ BBC-യിലും അത്തരം വാർത്താ മാധ്യമങ്ങളിലും മാത്രം ഒറ്റത്തവണ പോയിട്ട് പിന്നീട് ഇലക്ഷൻ സമയത്ത് മാത്രം പൊന്തി വരുന്നതിന്റെ അപ്പുറത്തേക്കും ഈ ഒരു സാധനം ദിവസവും ദിവസവും ട്രോളുകളായി വരികയും ഓരോ രീതിയിലേക്ക് ഇത് മാറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു രീതി, ഇത് മുഖ്യമന്ത്രിക്ക് അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ ഈ പറഞ്ഞു പഠിപ്പിച്ചു വിടുന്നതിന്റെ അപ്പുറത്തേക്കും സ്വന്തമായി എന്തെങ്കിലും പറയുന്ന സമയത്തേക്ക് ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ വരാൻ സാധ്യമാണ്. പക്ഷെ അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഉള്ളിലുള്ള യഥാർത്ഥ സ്വഭാവം എന്താണോ അതാണ് ഇത്തരം പ്രസംഗങ്ങളിലൂടെ ഒക്കെ പുറത്തേക്ക് വരുന്നത്. പണ്ട് നിയമസഭയിലാണെങ്കിൽ മീറ്റിങ്ങിലൊക്കെ കൂടുന്ന സമയത്ത് വളരെ മാന്യമായിട്ടുള്ള പദങ്ങൾ ഉപയോഗിക്കണമെന്ന് പ്രതിപക്ഷത്തോട് പറയുന്ന മുഖ്യമന്ത്രി തിരിച്ച് താൻ പറയുന്ന പദങ്ങളുടെ യഥാർത്ഥ അർത്ഥങ്ങളും അതേപോലെ തന്നെ ഇതൊക്കെ ഇവിടെ വിളിക്കാൻ പാടുണ്ടോ, അൺപാർലമെന്ററി എന്ന് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ, ഇതിന്റെയൊക്കെ ഒരു കൃത്യമായിട്ടുള്ള അർത്ഥങ്ങൾ അറിയാത്തൊരു മുഖ്യമന്ത്രിയായി പോകുന്നതിന്റെ പ്രശ്നം കൂടിയാണിത്, അല്ലെ? അതെ. ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് എവിടെ പറയണമെന്ന് അറിയാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അദ്ദേഹം തൊടുന്നതെല്ലാം തെറ്റായി മാറുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കുറച്ചുനാൾ മുൻപായിരുന്നു മുഖം മിനുക്കാൻ വേണ്ടി, ഇപ്പോൾ അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരികയാണ്, ആ ഒരു സമയത്ത് ഭക്തജനങ്ങളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി അയ്യപ്പ സംഘവും നടത്തുകയും അതുവഴി BJPക്ക് കുറച്ചുകൂടി കേരളത്തിൽ ഇടം നൽകുകയും ചെയ്തൊരു രീതിയാണ് നമ്മൾ കണ്ടത്. അതിന് പിന്നാലെയായി സ്വർണ്ണപ്പാളി വിവാദം പോലുള്ള പല വിവാദങ്ങളാണ് ഉയർന്നു വന്നത്. യഥാർത്ഥത്തിൽ പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഭക്തജനങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു പാർട്ടിയാണ്, ഭക്തജനങ്ങൾ മാത്രമല്ല ഭക്തി ഇല്ലാത്ത അല്ലെങ്കിൽ നിരീശ്വരവാദിയായിട്ടുള്ള ജനങ്ങളെയും ഒരുപോലെ ചേർത്ത് നിർത്തുന്ന ഒരു വിഭാഗമാണ് CPM എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിൽ ജനങ്ങളെ ചിന്തിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണ പടർത്തുന്നതിന് വേണ്ടി അദ്ദേഹം പല രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയെങ്കിലും അതെല്ലാം തന്നെയും ബൂമറാങ് പോലെയാണ് ഇപ്പോൾ CPM-നെതിരെ വന്നിട്ടുള്ളത്. ആഭ്യന്തര മേഖലയായിക്കോട്ടെ, ഗതാഗത മേഖലയായിക്കോട്ടെ, ഏതൊരു മേഖലയും താഴേക്ക് ഇടിഞ്ഞൊരു രീതിയിലേക്കാണ് കേരളത്തിലെ സംസ്ഥാന സർക്കാരിന്റെ രീതി പോയിക്കൊണ്ടിരിക്കുന്നത്. തുടക്കത്തിലേക്ക് അല്ലെങ്കിൽ കുറച്ചുനാൾ മുൻപ് പറയപ്പെട്ടതുപോലെ അയ്യപ്പശാപം ഇത് തന്നെയാണോ യഥാർത്ഥത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ ഇത്തരത്തിൽ പിടിച്ചു കുലുക്കിയിരിക്കുന്നത് എന്നുള്ളൊരു സംശയം കൂടി ഉയർന്നു വരികയാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരൊരിക്കലും വിശ്വസിക്കാത്തൊരു ഫാക്ടറാണ് ഈ ശാപം. അതേപോലെ തന്നെ ഇത്തരമായിട്ടുള്ള ഫാക്ടേഴ്സ് ഒന്നും അവര് ശരിക്കും വിശ്വസിക്കില്ല. ഇപ്പോ ആതിര പറഞ്ഞിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വിശ്വസിക്കാത്ത ചില വാക്കുകളാണ് ഈ ശാപം എന്ന് പറയുന്നതെന്ന്. ഇന്നത്തെ സംസ്ഥാന സർക്കാരിൽ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള എത്ര പേരുണ്ട് എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം തന്നെയല്ലേ. കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഒരിക്കലും അവസാനിക്കുന്നില്ല. പക്ഷെ വ്യക്തികൾ മാറ്റപ്പെടുമ്പോഴാണ് ആ ഒരു പ്രസ്ഥാനത്തിന്റെ ഈ ഒരു സംശയനിരകളൊക്കെ വരുന്നത്. പണ്ട് അംബേദ്കർ പറഞ്ഞതുപോലെ തന്നെ താൻ എഴുതി വെച്ചിരിക്കുന്ന ഈ ഒരു പുസ്തകം എത്ര മഹത്വം ഉള്ളതാണെങ്കിലും പക്ഷെ ഇത് ആരുടെ കയ്യിലാണോ എത്തിപ്പെടുന്നത് അപ്പൊ ഇതിന്റെ മഹത്വങ്ങൾ ഇല്ലാതായി പോകും. ആ ഒരു രീതിയിലാണ് ശരിക്കും കമ്മ്യൂണിസ്റ്റിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരൊക്കെ എപ്പോഴും ഉണ്ട്, പക്ഷേ അവരൊക്കെ ഒരു പല്ലുകൊഴിഞ്ഞ സിംഹം എന്ന രീതിയിലേക്ക് ഇപ്പൊ പല കാര്യങ്ങളും ഇടപെടാതെ പല സ്ഥലങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അറിയാം കൃത്യമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായി ജീവിക്കുന്ന ആൾക്കാര്. പക്ഷേ അതാണ് കമ്മ്യൂണിസം. കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കില്ല. അതിപ്പോ ഏത് ഭരണം മാറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ബാക്കി ഈ ഏത് പാർട്ടി ഭരിച്ചിട്ടുണ്ടെങ്കിലും കമ്മ്യൂണിസം ഒരിക്കലും ഒരിടത്തും അവസാനിക്കുന്നില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ തന്നെ അവരുടെ ആശയങ്ങൾ മാറ്റപ്പെടുകയാണ് ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് പിണറായി വിജയൻ എന്ന ഒറ്റ വാക്കിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇപ്പോൾ പാർട്ടിക്കകത്ത് തന്നെ ഒരു മേ ബി ഒരു ഏകാധിപത്യ തലങ്ങളിലേക്ക് പോകുമ്പോൾ അപ്പോഴാണ് ഈ ഒരു കമ്മ്യൂണിസം എന്നൊരു ഫാക്ടർ ചിന്തിച്ചു പോകുന്നതും. അപ്പൊ അതിനകത്തിലേക്ക് ഈ ഒരു പിണറായി സർക്കാർ എന്ന് പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആണ് ഭരിക്കുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷം ഭരിക്കുകയാണ് എന്ന് പറയുന്ന ആ ഒരു തലത്തിൽ നിന്നും VS ഒക്കെ ഭരിക്കുന്ന
കാലത്ത് ഇടതുപക്ഷമാണ് ഭരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ ഇപ്പൊ മാറി ചിലപ്പോ പിണറായി സർക്കാരിന്റെ മികവ് കൊണ്ടായിരിക്കാം രണ്ടാം തവണയും അവർ പിടിച്ചെടുക്കിയെന്ന് ആ ഒരു തലം അത് കുറച്ചും കൂടെ ഒന്ന് ഫീഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി സർക്കാർ എന്ന തലങ്ങളിലേക്ക് പറഞ്ഞു വെക്കപ്പെടുന്നത്. അതെ, ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ CPM അല്ലെങ്കിൽ LDF അല്ലെങ്കിൽ ഇടതുപക്ഷം എന്നുള്ള വാക്ക് മാറി പൂർണ്ണമായും പിണറായി സർക്കാരായി മാറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴും മൂന്നാം പിണറായി സർക്കാർ എന്നാണ് പറയപ്പെടുന്നത്. അല്ലെങ്കിൽ മൂന്നാമതും ഇടതുപക്ഷം അധികാരത്തിലേറും എന്നതിനേക്കാൾ ഉപരി വീണ്ടും പിണറായി സർക്കാർ തന്നെ അധികാരത്തിലേറും. ശരിക്കും മൂന്നാമതും പിണറായി സർക്കാർ വരികയാണെങ്കിൽ അങ്ങനെ പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം ആകെ BS ഭരിക്കുന്ന കാലത്താണെങ്കിൽ തന്നെ രണ്ടാം തവണ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതെ, അതിനുശേഷം ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഒരുപാട് തലത്തില് ഭരണവിരുദ്ധമായിട്ടുള്ള ഒരുപാട് പ്രസ്താവനകൾ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. മീഡിയാസിനോട് വളരെ മോശമായിട്ടാണ് ഇടപെടുന്നത്, അല്ലെങ്കിൽ പുള്ളി ഭയങ്കര ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി ആയിരിക്കാവുന്ന തലത്തിലേക്കൊരു അത്രയും നല്ല പേഴ്സണാലിറ്റി അല്ല എന്ന തലങ്ങളിൽ ഒരുപാട് പുറത്തു വന്നതിന് ശേഷവും രണ്ടാം തവണയും പിണറായി സർക്കാർ തന്നെ ജയിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു ഭരണവിരുദ്ധ വികാരങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ഇതൊക്കെ ഉണ്ടായത്. ഇനിയിപ്പോ മൂന്നാം തവണയും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വാർത്തകളൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അതേപോലെ അയ്യപ്പ സംഗമം ആണെങ്കിൽ കൂടി ചിലപ്പോ ആദ്യ സമയത്ത് കുറച്ച് വോട്ട് ഷെയർ കുറയാൻ കാരണം ഈ ഒരു ശബരിമല കേസ് ആണെങ്കിൽ അതൊന്നും മായ്ക്കപ്പെടാനായിരിക്കാം മേ ബി അയ്യപ്പ സംഗമം കൊണ്ടുവന്നത്. അപ്പൊ അതിനുശേഷം വീണ്ടും ഈ അയ്യപ്പന്റെ തന്നെ ഇനി അയ്യപ്പന്റെ സ്വർണ്ണാഭരണ കൊള്ള പരമായിട്ടുള്ള വാർത്തകൾ വരുമ്പോഴും അപ്പോഴും പിണറായി സർക്കാരിന് അതിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് ആണ്, ആ സ്റ്റേറ്റിന്റെ അകത്തുള്ള ഒരു വിഭാഗമാണ് ദേവസ്വം എന്ന് പറയുന്നത്. ദേവസ്വത്തിന് ഒരിക്കലും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത് ഇനിയിപ്പോ വരും ഇലക്ഷനിലേക്ക് ഇത് ബാധിച്ചിട്ടും പിണറായി സർക്കാർ തന്നെ കയറിയിരിക്കുകയാണെങ്കിൽ വീണ്ടും ഭരണത്തിലേക്ക് വരാമെങ്കിൽ നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റാതിരിക്കുന്നത്? ഇതിപ്പോ പിണറായി വിജയൻ അടുത്തൊരു തവണ കൂടി അധികാരത്തിൽ വരുമെന്ന് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആകുമെന്നോ ഉള്ള ഒരു പ്രതീക്ഷയൊക്കെ ഇപ്പോൾ കുറച്ച് അസ്തമിച്ചിരിക്കുകയാണ്. കാരണം 10 വർഷമായിട്ടും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ ഈ ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയാത്ത എന്ത് കാര്യമാണ് ഇനി 5 വർഷം കൂടി നൽകിയാൽ ഇവർക്ക് ചെയ്യാൻ കഴിയുക എന്നത് മറ്റൊരു ചോദ്യം തന്നെയല്ലേ. കാരണം 10 വർഷമായിട്ടും പ്രത്യേകിച്ച് ഒരു പുരോഗമനങ്ങളും വരുത്തുന്നതിനേക്കാൾ ഉപരി ഉണ്ടായിരുന്ന പുരോഗമനം പോലും ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത് കേരളത്തിലെ അവസ്ഥ അനുസരിച്ച്. പക്ഷേ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏത് പാർട്ടി ഭരണത്തിലേക്ക് വരികയാണെങ്കിലും ഇപ്പൊ എല്ലാ പുരോഗമനങ്ങളും തുടങ്ങി വെക്കുന്ന ഒരു സ്ഥലങ്ങളുണ്ടാവും. ആ തുടങ്ങി വെക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അടുത്ത സർക്കാർ അല്ലെങ്കിൽ വേറെ ഏതോ പാർട്ടിയാണ് ഭരണത്തിൽ വരുമ്പോഴെങ്കിലും അവർക്ക് അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള അധികാരങ്ങളുണ്ട്. പക്ഷെ എനിക്ക് പിണറായി അല്ലെങ്കിൽ ഈ ഒരു സർക്കാരിനകത്തില് അത്തരം പുരോഗമനങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തതായിട്ട് പറയപ്പെടാൻ പറ്റില്ല. കാരണം കുറെ അധികം കാര്യങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുപോകുക തന്നെയാണ് ചെയ്തത്. അപ്പൊ ആദ്യ സമയത്ത് ആദർശപരമായി ഇവർ എതിർത്ത ഫാക്ടേഴ്സ് ആണെങ്കിലും ഇവർ പ്രതിപക്ഷത്ത് നിൽക്കുന്ന സമയത്ത് ഇവർക്ക് ഇതിനവരുടെ എതിർപ്പാണെങ്കിൽ കൂടി പക്ഷെ സ്റ്റേറ്റിന്റെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഡെവലപ്മെന്റ്സ് ഇല്ലാതെ പറ്റത്തില്ല എന്നൊരു സാഹചര്യം മനസ്സിലാക്കുമ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ആദ്യം പറഞ്ഞു തുടർന്നു പോയി പലതും നേരത്തെ ഉണ്ടായിരുന്ന സർക്കാരുകൾ തുടങ്ങി വെച്ച പല കാര്യങ്ങളും പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തുടർന്നു കൊണ്ടുപോയി എന്നുള്ളത് നേരെ തന്നെ. പക്ഷെ അദ്ദേഹം അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്നിപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്ത അല്ലെങ്കിൽ അവരായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത ഒരു പദ്ധതികളും കേരളത്തിൽ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതും ഫാക്ടർ തന്നെയല്ലേ. കാരണം പുരോഗമനം വേണം എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ സ്വന്തം മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി ഇനിയും ചെയ്തില്ലെങ്കിൽ അധികാരത്തിൽ ഇരിക്കുന്നതിൽ നിന്നും ജനങ്ങൾ തന്നെ അടിച്ചിറക്കുമെന്നുള്ളൊരു ഭയം കൊണ്ട് പലതും തുടർന്നു പോയി എന്നല്ലാതെ സ്വന്തമായി ഒന്നും തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പുതിയതായി ഒന്നും തുടങ്ങിയിട്ടില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് തുടങ്ങി വെക്കുന്ന പല കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഇതിപ്പോ അവിടെ നിന്ന് ഒരു ബില്ല് പാസ്സായതിനു ശേഷം അത് പിന്നെ കൈമാറി വരിക എന്ന് പറയുന്നത് സർക്കാർ ഡയറക്റ്റ് പോയി ചെയ്യുന്ന കാര്യമല്ല. ഇതിന്റെ അകത്ത് ഒരുപാട് സർവീസസ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുണ്ട്. ഈ ഉദ്യോഗസ്ഥരുടെ കൈകളിലേക്കാണ് എല്ലാം പോകുന്നത്. അപ്പോ ഇത് ഇവിടുന്ന് അങ്ങോട്ട് പോയതിനു ശേഷം പല കാര്യങ്ങളും പലതിനും വലിയ അടിസ്ഥാനങ്ങളില്ലാത്തതും ഫ്ലോപ്പ് ആയി പോകുന്നതിന്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇത് പിന്നീട് കോൺട്രാക്ട് ഏറ്റെടുത്ത് പോകുന്ന ആൾക്കാർ അനാസ്ഥയാണ്. പക്ഷെ അത് മോണിറ്റർ ചെയ്യാന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്വമല്ലേ. ഇപ്പോൾ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഫണ്ട് പാസ്സാക്കി കൊടുക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടുന്ന് ഫണ്ട് കൊടുക്കുക എന്നുള്ളതുണ്ട്. പക്ഷെ ഈ പോകുന്ന സാധനം സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. സ്പ്ലിറ്റ് ചെയ്ത് അങ്ങ് അവസാനം ഇത് ചെയ്യുന്ന സമയത്തേക്ക് ഇതിന്റെ ഒരു 10% വല്ലതും വെച്ചിട്ടായിരിക്കും ഇവരിത് ചെയ്തു വെക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ റോഡുകൾ പൊളിയുന്നതും പാലങ്ങൾ പൊളിയുന്നതും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ നമ്മളിപ്പോ ഈ ഒരു ടോക്ക് തുടങ്ങുന്ന സമയത്ത് തന്നെ ഹർഷ സംസാരിച്ച ഒരു ഫാക്ടറാണ് ഇദ്ദേഹത്തിന്റെ ആ ഒരു സംസാര ശൈലി എന്ന് പറയുന്നത്. ഇതിനു മുമ്പും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വാവിട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ പബ്ലിക്കായിട്ട് വന്ന് ക്ഷമ ചോദിച്ചിട്ടുള്ള ആൾക്കാരുള്ള ഒരു പാർട്ടി കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. ഇത്രയൊക്കെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും ഇമാതിരിയുള്ള ബോഡി ഷെയ്മിങ്ങുകളും അതേപോലെ തന്നെ ഈ ഒരു പുരോഗമനം ശരിക്കുമുള്ള പുരോഗമന ഫാക്ടേഴ്സ്
കുറച്ച് വൈകിയാണ് പൊതുവെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വരുന്നത് എന്നൊരു ആക്ഷേപമുണ്ട്. പക്ഷെ അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുത്തേണ്ട സമയങ്ങളായിട്ടുണ്ട്. 2 തവണ ഭരണത്തിൽ വന്ന സർക്കാരാണ്. 3-ാം തവണ ഭരണത്തിലേക്ക് വരുമ്പോഴാണെങ്കിലും മുൻപ് നടത്തിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ പറ്റിയ പാളിച്ചകൾ മാറ്റുക എന്നുള്ളതാണ്. പക്ഷെ അത് കൂട്ടുക എന്നുള്ള തലത്തിലേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഭരണം കൈവിട്ടു പോകാനുള്ള സ്ഥിതിഗതികളിലേക്ക് പോകും. കാരണം ഏതെങ്കിലും ഒരു കേസ് മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീപ്പൊരി മതി മുഴുവൻ ഇല്ലാതായി പോവാൻ. അപ്പൊ അത് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഇവർ മുന്നോട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭരണം കൈവിട്ടു പോകാനും സാഹചര്യങ്ങൾ ഉണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ.